ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ MG റോഡിലൂടെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ആ ട്രിപ്പിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിത് ചിലപ്പോൾ ആ വ്ളോഗിലായിരിക്കും ഇടാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ വെൻ അത് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. H&M സെയിലുള്ളതുകൊണ്ട് ഞാൻ H&M കുറച്ച് ഡ്രസ്സ് എടുത്തു. പിന്നെ പുതിയൊരു ഷോപ്പ് ഉണ്ട്, അവിടുന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. വീട്ടിൽ കുറച്ച് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂരുള്ള മോളിൻ്റെ പേര് സോട്ടേന്നാണ് ഞാൻ വേറെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. ഒന്നുമില്ല, ഒരു 2 മണിക്കൂർ അവിടെ നടന്നിട്ട് ആകെ ഒരു ടോപ്പ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ബാംഗ്ലൂരിലെ തെരുവിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ വൈറ്റില മെട്രോ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ മീനുവിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളൊരു ട്രിപ്പ് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ട്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 1 ഡേ ഏർലി ഇങ്ങോട്ടേക്ക് വന്നു. കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ബാക്ക് ക്യാമിലൂടെ എല്ലാം ഇത് ചെയ്തിട്ട് സൈഡിലുള്ള വോയിസ് പറയാമെന്ന്. അപ്പോൾ ഇനി ഞാൻ മീനുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ ട്രെയിൻ ആലപ്പുഴയിൽ നിന്ന് വരാണ്. ഞാൻ ബസ്സിന് രാവിലെ വന്നിട്ട് ഇവിടെ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാമെന്ന് ഓർത്തു. ഇനി ഞങ്ങൾ ഹോട്ടൽ എടുത്തിട്ടുണ്ട്. ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് സംസാരിക്കാനും കിട്ടുന്നില്ല. എൻ്റെ ആറ്റു ഞാൻ തന്നെയാണ്. അപ്പോൾ ശരി ഗൈസ്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ ജ്വല്ലറി ഇഷ്ടമായോ? ഇത് ആഗ്ര ജ്വല്ലേഴ്സാണ്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാക്കും. അപ്പോൾ മീനു വന്നിട്ടുണ്ട്. എന്താണ് ഞാൻ ഇന്ന് എടുക്കുന്നത്? ഇപ്പോൾ ആർദ്ര നായർ ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി എങ്ങോട്ടാ പോകുന്നത്? DN ഹോട്ടൽസ്. അയ്യാ, അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് പ്ലാൻസ് ഉണ്ടെന്നൊക്കെ കാണിച്ചു തരാം. ഞങ്ങളിവിടെ ഊബറിന് വന്ന് ഇറങ്ങി. ഊബറിന് വന്നിട്ട് മീനോടെ പെട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓപ്പോസിറ്റാണ് വന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ഇനി ക്രോസ് ചെയ്യണം. DN ഹോട്ടൽസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആകെ കുറച്ച് നേരം ഉള്ളൂ, എന്നാലും ക്രോസ് ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വൈറ്റിലെയാണ് ഈ സ്ഥലം. ഞങ്ങളവിടെ ഉള്ളിൽ കയറിയിട്ട് റൂം ടൂറൊക്കെ ചെയ്യാം. എനിക്ക് അറിയത്തില്ല ഇത് എത്രമാത്രം സെറ്റായിട്ടാണ് വീഡിയോസ് എടുക്കുന്നതെന്ന്. പിന്നെ എനിക്കൊന്നും മിണ്ടാനും കിട്ടുന്നില്ല. മീനുവിനെ കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമായി. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് എവിടെയാണ് മറ്റേ കാമായി ഡാൻസ് കളിക്കുന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർദ്ര ഇസ് ഹിയർ വിത്ത് വലിയ പെട്ടി. ഗൈസ്, ഞങ്ങളിവിടെ DN ഹോട്ടൽസിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, നല്ല രസമുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ഞങ്ങൾ നെയിൽസ് ബൈ സാൻവിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലെയിമിംഗ് ഹോട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ട്. പിന്നെ മെയ്ഡ് ബൈ കീർത്തി പോകാൻ പ്ലാൻ ഉണ്ട്. പിന്നെ രാത്രി കാഫേ മൂളിലും പോകാനാണ് പ്ലാൻ ഇപ്പോൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ്, ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ ഡ്രസ്സിലേക്ക് മാറി. മീനു അവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മീനുവിൻ്റെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ആൻഡ് മീനു എൻ്റെ ഡ്രസ്സും. ഞങ്ങൾക്കിവിടെ റൂം ക്ലീൻ ചെയ്ത് തന്നിട്ടില്ല. ജസ്റ്റ് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് അവർ വാഷ്റൂം സെറ്റാക്കി തരാൻ ചെയ്തേ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് DND ഹോട്ടൽസിലാണ്. അയ്യോ, DN ഹോട്ടൽ, സോറി. ഇത് വൈറ്റിലേക്ക് അടുത്താണ്. എന്തോ ഞാറല്ലൂർന്ന് എന്തോ ആണ് സ്ഥലത്തിൻ്റെ പേര് കണ്ടത്. നല്ല സ്റ്റേ ഒക്കെയാണ്. ഞങ്ങൾക്കിനി ഞങ്ങൾ പറഞ്ഞ നെയിൽസൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വ്ളോഗിലൂടെ എടുക്കാൻ നോക്കാം. യെസ്, മീനു റെഡി ആയിരിക്കുന്നു. ഇതാണ് മീനുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഓറഞ്ചിൽ തിളങ്ങി. നമുക്ക് മിറർ സെൽഫി എടുക്കാം. മീനു, നീ എന്തിനാ കൊച്ചിയിൽ വന്നേ? എങ്ങോട്ടേക്കാ? ഞങ്ങളിത് നാളെ അല്ലെങ്കിൽ മറ്റന്നാള് അറിയാൻ പറ്റും. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. മീനുവിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അവൾ ഐബ്രോസ് ചെയ്തു. ആൻഡ് അവൾ പുതിയ മൂക്കുത്തി എടുത്തു. അഹാനയുടെ ഇങ്ങനത്തെ അവളുടെ ജെ ഷേപ്പ് അല്ലേ ഇത്? യെസ്, ഇതാണ് കൊച്ചിയിലുള്ള നെയിലാഷ് ബൈ സാൻവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലാണ്. ഇവിടെ ഞങ്ങൾ നെയിൽ ആർട്ട് ചെയ്യാൻ വന്നതാണ്. ഞങ്ങൾ 2 പേരെ നെയിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് മീനുവിൻ്റെ. എൻ്റെ ഇങ്ങനെയാണ്, കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പിടിച്ചോ? യെസ്, ഇതാണ് എൻ്റെ. ഞങ്ങൾ ബീച്ച് വൈബാണ് നോക്കിയത്. ഇവിടുത്തെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ ആക്ച്വലി കൊച്ചിയിലുള്ളവർക്ക് നെയിൽ ആർട്ട് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ് നെയിലാഷ് ബൈ സാൻവി. റെക്കമെൻഡ് ചെയ്യുന്നു. നല്ലോണം നമുക്ക് സർവീസിന് എന്ന് വെച്ചാൽ
എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരും, നമുക്ക് സജഷൻസ് ഒക്കെ തരും എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ. യെസ്. ഇനി ഞങ്ങൾ അടുത്തത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇത് ഞങ്ങൾ ആക്ച്വലി ഒരു ട്രിപ്പിന് വേണ്ടിയുള്ള പ്ലാനിങ് ആണ്. ഞങ്ങളൊരു ബീച്ചൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാണുന്ന എല്ലാവർക്കും അറിയാതറിയാം, ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ എല്ലാവരും കാണുന്നത്. എന്നാലും ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി പറയുന്നതാ. ഗസ് ചെയ്യാം. നമ്മളിപ്പോ എവിടെയാണ് വന്നിട്ടുള്ളത്? യെസ്, ഞങ്ങളിവിടെ ഫ്ലേമിംഗ് ഹോട്ടലാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ ഫുഡിന്റെ സ്പെഷ്യാലിറ്റി എന്താ? പിന്നെ ഇവിടെ നമ്മള് എനിക്ക് തോന്നുന്നു 2 years ബാക്കാണ് ഇതൊരു സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളിവിടെ പഠിക്കുന്ന സമയത്തായിരുന്നു ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റേ സ്പൈസി ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറെ പേര് വരായിരുന്നു. വെച്ചാൽ ഇവിടുത്തെ സ്പൈസ് ലെവൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് കേടൊക്കെ കൊടുക്കുന്ന പോലെ ഞാൻ റീൽസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ഒരു ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇത് ഇവിടുത്തെ ഒരു പുതിയ സംഭവമാണ്. ചീസുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഗ്രേപ്പ് ജ്യൂസ്, ഇത് പാഷൻ ഫ്രൂട്ട്, ഇത് ടെൻഡേഴ്സ്, കാണുമ്പോൾ തന്നെ അറിയാം നല്ല എരിവുണ്ടെന്ന്. ഇത് ബർഗേഴ്സ് ആൻഡ് ഇത് ലോഡഡ് ഫ്രൈസ്. എങ്ങനെയുണ്ട് മീനു ഫുഡ്? കാര്യത്തിനാണോ? ഞങ്ങള് ഫുഡ് കഴിച്ചു ഫ്ലേമിംഗ് ഹോട്ടലിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു ഓട്ടോ കയറി. ഓട്ടോ കാണാൻ നല്ല രസമുണ്ട്, ഒരു കാറിന്റെ വൈബുണ്ട്. ഞങ്ങൾ അപ്പോൾ ഇവിടെ നിന്ന് ഇനി മെയിൻ ബൈക്ക് കീർത്തിയിലേക്ക് പോവുകയാണ്. അവിടെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓട്ടോ കണ്ട ഗൈസ് ഭയങ്കര കംഫർട്ടബിൾ ആ. മീൻസ് ലുക്ക് ഹൗ ആർദ്ര ഈസ് സിറ്റിംഗ് ഇൻ ദിസ് ഓട്ടോ. ഗൈസ് ഞങ്ങളിവിടെ മെയിൻ ബൈക്ക് കീർത്തിയിൽ വന്നേക്കുവാണ്. ഇവിടെ നല്ല അടിപൊളി കഫ്താൻ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ഒരാളെ പരിചയപ്പെടുത്താം. आपका नाम है? आपका नाम क्या है? കീർത്തി. കീർത്തി ഞങ്ങളുടെ കൂടെ വ്ളോഗ് ഒക്കെ എടുത്തു. ഓ, അങ്ങനെയാണ് മെയ്ഡ് ബൈ കീർത്തി എന്നുള്ള പേര് വന്നത്. आपका नाम क्या है? വിജയ്. മെയ്ഡ് ബൈ വിജയ് തുടങ്ങുന്നുണ്ടോ? ഇതെന്താ? ये क्या है? മാംഗോ. ഹായ് ബോലു. അപ്പൊ ഇവനാണ് ഞങ്ങളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്ത ബിരുദൻ. ആൻഡ് അവൾ ഞങ്ങളുടെ കൂടെ വീഡിയോ എടുത്തു. ഭയങ്കര ടയറിങ് ഡേ ആയിരുന്നു. കുറേ സ്ഥലത്ത് പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഞങ്ങൾ മീറ്റ് ബൈ കീർത്തിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതാണ്. തോളിൽ പോയി. ഇതൊക്കെ പനമ്പള്ളിയിൽ ഓരോ ഷോപ്സാണ്. പനമ്പള്ളിയിൽ എവിടെ നോക്കിയാലും ഓരോരോ ബൊട്ടീക്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ സമയം 9 മണി എന്തോ ആയി. ഇനിയിപ്പോൾ വേഗം നമുക്ക് പോകണം. പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നാളെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ നാളത്തെ ഇതെല്ലാം കൂടെ കാണിച്ചു തരാം. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കഫേ മൂൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വന്നു. ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് വെറുതെ എടുത്ത് വെച്ചിട്ട് ഞങ്ങളിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ ബുക്കൊക്കെ വായിക്കാനുണ്ട്. വായിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഇത് ഇവിടുത്തെ ഒരു ഡ്രിങ്കാണ്, പാഷൻ ഫ്രൂട്ട് പ്രോബയോട്ടിക് ഡ്രിങ്ക്. ഇത് നല്ല മഴയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചത് കഫേ മൗണെന്നായിരുന്നു. അവിടെ നിന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഇനി ഹോട്ടലിലേക്ക് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി നാളെ ഇനി ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങണം. നമ്മൾ ഫൈനലി നമ്മുടെ ഹോട്ടൽ റൂമിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ റൂം. നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ബാക്ക് ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരാം. വെൽക്കം ടു അവർ റൂം ടൂർ. ഇത് നമ്മുടെ വാഷ്റൂം ആണ്. യാ. പിന്നെ we have a bed. യെസ്, നല്ല കബേർഡ്. ഇത് ഞങ്ങളുടെ പെട്ടികൾ. നാളെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. യെസ്, അതെ, വൈറ്റിലെയാണിത്. മഴ പെയ്ത് കിടക്കുന്ന റോഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആൻഡ് ഇവിടെ നല്ലൊരു ഉഗ്രൻ മിറർ ഉണ്ട് ഗൈസ്. ഇതാണ് ആ മിറർ. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ DN ഹോട്ടൽസിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ ഇരിക്കുകയാണ്. പെട്ടൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. സോന ഇവിടെ ഒരു ASMR വീഡിയോ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ മോർണിംഗ് വ്യൂ. ഇത് മീനുവിൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ബെഡൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇത് മീനും മസ്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഫെയർ റോഷറാണ്. ഞങ്ങളതിൻ്റെയാണ് ASMR എടുത്തത്. ഞങ്ങൾ നെയിൽസ് കാണിക്കാനുള്ള പട്ടിഷമായിരുന്നു.
ഇങ്ങനെ കാണിക്കത്തില്ലേ അത്. ബാക്കിയുള്ളൊരു കോസ്മെറ്റിക്സ് യൂഷ്വലി കാണിക്കാറ്, പക്ഷെ ഞങ്ങൾക്ക് കോസ്മെറ്റിക്സ് ഒന്നും ഒരുപാട് ഇല്ല, അതുകൊണ്ടാണ് ഇതാണ് ഞാൻ ഇന്നിട്ടേക്കുന്നത്. എന്തൊക്കെയോ ആണ് റീൽ ആക്ച്വലി എടുത്തേക്കുന്നത്, എന്തൊക്കെയാ റീൽ എടുത്തേക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ അതെ വ്യൂ ഇങ്ങനെ ഓൾറെഡി കാണിച്ചു തന്നല്ലോ. ആക്ച്വലി ഈ റൂം നല്ല കേട്ടോ, നമുക്ക് കൊച്ചിയിലൊക്കെ വന്നിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ നല്ല ഇതാണ്, കാരണം തൊട്ടടുത്തെല്ലാം ആക്സസിബിൾ ആയിട്ടുണ്ട്. വൈറ്റില ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും പോകാനൊക്കെ ഈസി ആയിരിക്കും. നല്ലൊരു ഡീസൻറ്റ് ഹോട്ടലാണിത്. അപ്പോൾ ഇനി ബാക്കിത്തെ ഞങ്ങൾ ടോണിയൻകായിൽ പോകുന്നുണ്ട്. ഞങ്ങൾ മുടി ഒന്ന് കളർ ചെയ്യാമെന്നൊക്കെ ഓർത്തു. എന്താണ് ഞങ്ങളൊരു ട്രിപ്പ് പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് മുടി കളർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡംഡ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ്. ഇത് ബ്ലഷ് അല്ല, എന്താ പറ്റിയത് എനിക്കറിയത്തില്ല, പക്ഷെ അപ്പം അങ്ങനെ ഡംഡ് പോവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അവളുടെ അമ്മയാണ് ഞങ്ങൾ പോകുന്ന സ്ഥലത്തിലേക്ക് എയർപോർട്ടിലേക്ക് ആക്കി തരുന്നത്. ബൈ ദ വേ ഇതാണ് എൻ്റെ നെയിൽസ്. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. രസമുണ്ടോ? ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു, ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതെ പൈനാപ്പിൾ ജ്യൂസൊക്കെയാണ് കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ടോണിയൻകായിലേക്ക് പോവാം. എടാ എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി നെയിൽ ആർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു സംസാരിക്കുള്ളൂ മീറ്റിങ്ങിൽ. സോ ഐ ആം ഓൾസോ ട്രൈയിങ് ടു ഡു ദ സെയിം. നെയിൽസ് മാക്സിമം ഫ്ലെക്സ് ചെയ്തു. എന്താണ്ടൊക്കെ വീഡിയോസ് എടുത്തേക്കുന്നത്, എനിക്കതുകൊണ്ട് അറിയത്തില്ല ഈ വ്ളോഗ് എങ്ങനെയായിരിക്കുന്നത്. സെറ്റായിട്ട് ഇന്ന് വൈകുന്നേരം മുതൽ എടുക്കാം. അപ്പോൾ ഞങ്ങളിനി ടോണിയൻകായിൽ പോയിട്ട് ഞങ്ങളൊരു മുടിയൊക്കെ ചെയ്തിട്ട് വരാം. എൻ്റെ വലിയ വ്യത്യാസം വരുമെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് യാ ലെറ്റ്സ് സീ. എടാ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞത് ഫണ്ണായിരിക്കും, വ്ളോഗിൽ എന്തെങ്കിലും ഫൺ എലമെന്റ്സ് വേണം. നീ കൈ മാറ്റ്. മീനും അവിടെ മുടി വെട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്, മുടി വെട്ടിയിട്ടിരിക്കുകയാണ്, ഇനി കളർ ചെയ്യണം. ഞാനിവിടെ മുടി വെട്ടിയിട്ടിരിക്കുന്നു. കുറച്ച് മുടിയെ വെട്ടിയുള്ളൂ, ഒരുപാടൊന്നും മുടി വെട്ടിയില്ല, ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ കുറച്ച് കളർ ചെയ്യുമ്പോൾ ഓൾറെഡി കളർ ഉള്ളതുകൊണ്ട് അറിയത്തില്ല. പിന്നെ ഇവിടുത്തെ സർവീസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി അവരാണ് കളർ ചെയ്ത് തരുന്നത് ചേട്ടൻ. ഇവിടെ ഞങ്ങൾ മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. അതിലിങ്ങനെ ഫുൾ ഫോയിലൊക്കെ വെച്ചിട്ടുണ്ട്. മീനും അവിടെ കുറച്ച് മുടിയോടെ ഇരിക്കുന്നുണ്ട്, എന്നെക്കാൾ ഇരട്ടി മുടിയുള്ളതുകൊണ്ട്. എടാ ഒന്ന് തിരിഞ്ഞേ, എടാ എടുക്കുന്നുണ്ട്. അപ്പോൾ അവളവിടെ ഇരിക്കുന്നുണ്ട്, ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം. കൈയും കാലമൊന്നും വയ്യായിരുന്നിരുന്നത്, എന്തൊക്കെ പാടായി ഇതൊക്കെ ചെയ്യണമെങ്കിൽ. പക്ഷെ ചെയ്താലാണ് ഭംഗി ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. കൈസായിരിക്കുന്ന ആരാത് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. മീനോട് കിടക്കുവാണ്, തലയിൽ ഗോപുരം വെച്ചോണ്ട്. എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നേക്കുക. ഇതെന്ന് പറഞ്ഞാൽ ടമ്മി സിങ്ക് ആണ് ഇതിൻ്റെ പേര്, പക്ഷേ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ടമ്മി എന്നാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഐ തിങ്ക് ഫ്രം 1 to 4 ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ ബിരിയാണി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഷാഹി ബിരിയാണിയാണ്. ഇതുണ്ട്, പിന്നെ ഇവിടെ മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ആൻഡ് ദിസ് ലസ്സി ഓൾസോ നൈസ്. ഇനി ഞങ്ങൾ സ്നേഹയുടെ വീട്ടിൽ പോകും. ഇന്ന് മിക്കവാറും ഈ വ്ളോഗ് ഇപ്പോൾ എൻഡ് ചെയ്യും കേട്ടോ, കാരണം സ്നേഹയുടെ വീട്ടിൽ നിന്ന് മുതലുള്ളത് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇന്നത്തതും നാളെ ഞങ്ങൾ പോകുന്ന സ്ഥലത്തിനെ കൂടെ കൂടിയിട്ട് രീതിയില്ല. അപ്പോൾ ഓക്കെ, ഇന്ന് കുറേ ഞങ്ങൾക്കറിയാം അവിടെ നിന്ന് ഇവിടെ നിന്നിട്ടുള്ള ക്ലിപ്സൊക്കെ ആണെന്ന്, പക്ഷെ എന്നാലും ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദ വീഡിയോ. ഞാൻ പാത്രേനെ കാണിക്കാം, എന്നിട്ട് നമുക്ക് ഫൈനൽ വീഡിയോ പോകുന്ന വഴിക്ക് എടുക്കാം. ബിരിയാണിനെക്കാളും കൂടുതൽ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഈ നഗത്തി പറ്റിയ ചോറ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് ഈ നഗം ചെയ്തതിൻ്റെ ഉള്ളിലൊക്കെ പെടും, എന്ത് പാടാന്നറിയാം ആക്ച്വലി. Okay, signing off. Not signing off, I'll show all the. Okay. Yes guys, ആർദ്രേനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏത് ബിരിയാണി നിനക്ക് ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഷാഹി ബിരിയാണി. റൈസ് അടിപൊളിയായിരുന്നു. ഇതൊരു മന്തി പോലെ എനിക്ക് തോന്നിയത്. ഇതിനകത്ത് മുന്തിരിയൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലതായിരുന്നു.
ഇവിടെ ആക്ച്വലി നല്ല വൈബ് ഉണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ഇൻസ്റ്റഗ്രാമബിൾ ആക്ച്വലി. എന്നുവെച്ചാൽ ഇവിടെ നിന്നാലും നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇവിടത്തെ കണ്ടോ, അവിടെയൊക്കെ ആണെങ്കിൽ ബുക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. ഇതെന്ന് പറയുന്നത് കലൂർ കത്രിക്കടവ് റോഡിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. നിങ്ങൾക്ക് ഇപ്പം മാപ്പിലൊക്കെ ഇട്ടിട്ട് വരാണെങ്കിൽ ടമ്മി സിംഗ് മാത്രം ഇട്ടാൽ മതി. പിന്നെ എന്താണെങ്കിലും ഈ പ്ലേസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം കൊച്ചിയിൽ ഇപ്പോൾ ബിരിയാണി ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇൻസ്റ്റാഗ്രാമബിൾ ആയിട്ടുള്ള പ്ലേസ് അറിയത്തില്ല. നോർത്ത് ഇന്ത്യൻ ബിരിയാണി. നോർത്ത് ഇന്ത്യൻ ബിരിയാണി. യെസ് ഗൈസ്, ചിക്കൻ പീസ് വെച്ച് സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ ബൈ.